ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ SSLC 10th ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ചാപ്റ്റർ എന്താ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ ഇത്രയും നേരം പഠിച്ച ചാപ്റ്റേഴ്സ് പോലെയല്ല, ഇറ്റ്സ് സംതിങ് വിച്ച് ഈസ് കുറേ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോളജിയും ടെക്നോളജിയും കൂടി ചേരുമ്പോൾ വരുന്ന ഒരു ഫോം ആണ് ഇത് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബയോടെക്നോളജിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഹ്യൂമൻസുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസോ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ അഥവാ എന്തെങ്കിലും ഒരു എന്താ പറയാ സേവനമോ സർവീസോ നമ്മൾ ലിവിങ് ഓർഗാനിസം വെച്ച് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഇത് ബയോടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ടേം ആണ് ഇത് ജനറ്റിക് റെവല്യൂഷൻ അഥവാ ജനിതക വിപ്ലവം എന്ന് പറയുന്നത്. അല്ലെ, എന്താണ് ജനറ്റിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാല് അതായത് നമ്മളുടെ ഹ്യൂമൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇന്ന് ജീൻ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ ബിഹേവിയർ, എല്ലാ കാര്യങ്ങളും ഇരിക്കണേ അല്ലെ. അപ്പോ ഈ ജീൻസുകളുടെ പരിമിതിക്കുള്ളിൽ കുറേ ഇന്നോവേഷൻസുകൾ വന്നിട്ടുണ്ട്. ആ ഇന്നോവേഷൻസുകളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓരോ ഫിഗേഴ്സ് ആയിട്ട് കുറെ കോമിക് ഫിഗേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ഫിഗർ എങ്ങനെയാണ്? കുറെ നമ്മളുടെ ആടും മാടും കോഴികളൊക്കെ ഞങ്ങള് രക്ഷപ്പെട്ടു. എന്താണ് സംഭവം? നമ്മള് ഈ പറയുന്ന ബയോടെക്നോളജിയിലൂടെ കുറെ മാംസഭക്ഷണങ്ങളെ ആകുന്ന നമ്മളുടെ ആട്, കോഴി, പശു ഇവരെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മീറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ നമ്മൾ കൊല്ലുന്നുണ്ട് അല്ലെ. ആ ഒരു സ്റ്റേറ്റിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് സിന്തറ്റിക് മീറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. സിന്തറ്റിക് മീറ്റ്സുകൾ ഉണ്ടാക്കിയെടുത്തതാണ് ദ ഫസ്റ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ആദ്യത്തെ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, കുറെ നമ്മുടെ ഓർഗാനിസംസിനെ, നമ്മുടെ പശു, കോഴി, മാട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അധികം കൊന്നു തിന്നാതെ നമ്മൾ എന്ത് ചെയ്തു? സിന്തറ്റിക് മീറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെയിം മീറ്റിന്റെ അതേ ടേസ്റ്റ് ആണ്, പക്ഷെ എന്താണ്? മീറ്റ് അല്ല. ഓക്കെ, ഇനി മറ്റൊരു ജനറ്റിക് വിപ്ലവമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന. ആരാണ്? ഒരു തക്കാളിയും കൊടുത്തിട്ടുണ്ട്. ആ തക്കാളി ആ ഫംഗസിനോട് പറയാടാ, നിന്റെ കളി ഇനി എന്നോട് നടക്കൂല, ഫംഗസേ നീ പൊക്കോ, നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് സംഭവം? നമ്മുടെ തക്കാളി എന്ന് പറയുന്ന ചെടീനെ സംബന്ധിച്ച് എപ്പോഴും അയാളെ അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ് ആര്? ഫംഗസ് എന്ന് പറയുന്ന ആള്, പൂപ്പൽ എന്ന് പറയുന്ന അസുഖം. ഓക്കെ, അപ്പോ ഈ പൂപ്പലുകാരൻ ചെടിയിൽ വന്നിരിക്കുമ്പോ ചെടിക്ക് ഉണ്ടാവുന്ന ഈ വൈറ്റ് പാച്ചസ് പോലെ മെല്ലെ ആ ചെടീനെ കാർന്നങ്ങ് തിന്നും അല്ലെ. ഈ കാർന്ന് തിന്നുന്ന കാര്യം അല്ലെങ്കിൽ കാർന്ന് തിന്നാൻ ഈ പറയുന്ന പ്ലാന്റിന് ഡിഫക്റ്റീവ് ആയിട്ടുള്ള എന്തായിരിക്കും? അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇവിടെയുള്ള ഈ പ്ലാന്റിന്റെ, നമുക്ക് ഫംഗസിനൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ പ്ലാന്റിന്റെ ജീനിനെ നമ്മൾ എന്നാ ചെയ്യും? ജീനിനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. പ്ലാന്റിന്റെ ജീനിനെ നമ്മൾ എഡിറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ അതേ പ്ലാന്റ് പിന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഫംഗസുകൾക്ക് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. സോ ദാറ്റ്സ് അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ജനറ്റിക് വിപ്ലവം അല്ലെങ്കിൽ ജനറ്റിക് റെവല്യൂഷൻ എന്ന്, ജനിതക വിപ്ലവം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലെ, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സുകളെ എന്ത് ചെയ്യാൻ പറ്റി? സംരക്ഷിക്കാൻ നമ്മളുടെ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജി, ജീവശാസ്ത്രവും സാങ്കേതികവും കൂടി ചേർത്ത് എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. ഇനി മൂന്നാമത്തെ പടം എന്താണ്? ഇങ്ങനെ കൈ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ മുടിയൊക്കെ കോർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലെ. എന്താണ് സംഭവം? നമുക്കറിയാം, ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിൽ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് DNA ഫിംഗർ പ്രിന്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഒരു മുടിനാരിഴ കിട്ടിയാല് കുറ്റവാളിനെ പിടിക്കാം എന്നുള്ള ഒരു ചെറിയൊരു കോമിക് പിക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ മുടിനാരിഴയിൽ പോലും ചെറിയ ഹെയർ ആയിക്കോട്ടെ, നെയിൽ ആയിക്കോട്ടെ, ഇവിടെ നെക്ക് നമുക്ക് ആരെ കിട്ടും? നമ്മുടെ DNA കിട്ടും. സോ നമുക്ക് ഒരു കൾപ്രിറ്റിനെ, ഒരു കുറ്റവാളിനെ, അയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ കുറച്ച് കേസ് സ്റ്റഡീസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇനി എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ തീ അഥവാ നമ്മുടെ എന്താ പറയാ ഫയർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെച്ചേ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെച്ചേ ആദ്യകാലങ്ങളിൽ മനുഷ്യന്മാർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? കല്ലുകൾ അല്ലെ, നമ്മുടെ സ്റ്റോൺസുകൾ ഉരയ്ക്കും, സ്റ്റോൺസുകൾ റബ്ബ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് മെല്ലെ മെല്ലെ ഇങ്ങനെ നമ്മുടെ വുഡ്സിന്റെ ഒക്കെ നമ്മുടെ അറക്കപ്പൊടികളൊക്കെ ഇങ്ങനെ തിരിച്ച് നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? അവിടെയും തീ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയാണോ ഇപ്പൊ നമ്മൾ തീ ഉണ്ടാക്കുന്നത്? അല്ല, ഇപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? ഇപ്പൊ നമുക്ക് LPG ഗ്യാസ് സിലിണ്ടേഴ്സുകൾ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ കുറച്ചും കൂടി ഇംപ്രൂവൈസ് ചെയ്ത ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്ന സാധനമുണ്ട്. ആൻഡ് മോസ്റ്റ് എന്താ പറയാ ട്രെൻഡി ആയിട്ടുള്ള എയർ ഫ്രയർ വരെ ഇപ്പൊ എന്തുണ്ട്? എയർ ഫ്രയർ അല്ലെ, എയർ ഫ്രയർ. ഇത് തീയല്ല, മറിച്ച് എന്ത് ചെയ്യാ? ഫുഡ് കുക്ക് ചെയ്യാനുള്ള. അപ്പോ ഇത് പറയുമ്പോൾ ഫുഡിന്റെ കുക്കിംഗ് ആണ് അല്ലെ. ആദ്യമേ അടുപ്പായിരുന്നു, പിന്നെ അത് ഗ്യാസ് സ്റ്റൗ ആയി, പിന്നെ അത് ഇൻഡക്ഷൻ കുക്കറായി. ഇപ്പോ നമുക്ക് കറണ്ട് മാത്രം ഉപയോഗിച്ചും നമുക്ക് എന്തുണ്ടാക്കാവുന്നതായി? ഫുഡ് ഉണ്ടാക്കാവുന്നതായി. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓഫ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ആണ് അല്ലെ. ഇനി എന്താണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബയോളജി ഉപയോഗിച്ചുകൊണ്ട്, ബയോളജി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ജീനോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ സർവീസസുകൾ ചെയ്തെടുക്കുന്നതാണ് എന്ത്? ബയോടെക്നോളജി എന്ന് പറയുന്നത്. കാർലോ എറോളി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? ബയോടെക്നോളജി എന്ന ടേം മുന്നിലോട്ട് കൊണ്ടുവന്നത്. സോ യൂസിങ് ലിവിങ് ഓർഗാനിസംസിന്റെ പാർട്സുകളോ അല്ലെങ്കിൽ അവരുടെ ടിഷ്യൂവോ സെല്ലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ ആന്റിബയോട്ടിക്സുകൾ, മരുന്നുകൾ. ശരിയല്ലേ? പിന്നെ അതിലേറ്റവും ഉപരി സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന നമ്മുടെ വാക്സിൻസുകൾ അല്ലെ. വാക്സിൻസുകൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു രോഗത്തിന് കാരണമാകുന്ന ഒരു ജീവിയുടെ എന്തെങ്കിലും അവരുടെ ഡെഡ് ഫോമോ അല്ലെങ്കിൽ എന്താ പറയാ ലിവിങ് ഫോമോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ? വാക്സിൻ ഫോമാറ്റിലാക്കി നമ്മളുടെ മേത്ത് കുത്തുവോ അല്ലെ. അപ്പൊ എന്ത് പറ്റും? ഈ പറയുന്ന ആള് ഭാവിയിൽ നമ്മളുടെ മേത്ത് കയറിയാലും നമുക്ക് പ്രത്യേകിച്ച് അനക്കമൊന്നും വരില്ല. കാരണം നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസുകൾ പ്രിപ്പയർ ചെയ്യാൻ പ്രാപ്തരാകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ നമുക്കിനി നമ്മളുടെ ബയോടെക്നോളജിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി പഠിക്കാം. ഓക്കെ, എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് എന്താണ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വീട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെ. വീട് ഉണ്ടാക്കാൻ ചുമ്മാ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അതിന് നല്ല രീതിയിൽ പ്ലാൻ വേണം. പ്ലാൻ തൊട്ട് ആ വീടാവുന്നത് വരെ ഒരു എഞ്ചിനീയറിന്റെ അണ്ടറിലാണ്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് വരെ ഒരു എഞ്ചിനീയറിന്റെ അണ്ടറിലാണ് ആ വീടിന്റെ ഫുൾ കൺട്രോൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ശരീരമായിട്ടുള്ള വീടെന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ എന്താണ്? ശരീരത്തിലെ ജീൻസുകൾ. ഇവിടെ വീടെന്ന് പറയുമ്പോൾ പ്ലാൻ തൊട്ട് കൺസ്ട്രക്ഷൻ വരെ ഫുള്ള് വരുന്നതാണ് എന്താ പറയാ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. അതേസമയം നമ്മുടെ മനുഷ്യന്മാരുടെ കേസിലാണെങ്കിലോ നമ്മുടെ ജീൻസ് സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഡിഫക്റ്റിനെ സോൾവ് ചെയ്യുന്നത് വരെ, ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു എന്താ പറയാ റിസൾട്ട് ഉണ്ടാവുന്നത് വരെ ജീനിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജീനിൽ എന്തെങ്കിലും ഓൾട്രേഷൻ, മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രേറ്റ്സുകൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ജീനിന്റെ അല്ലെങ്കിൽ ആ ജീവികളിലെ ആവശ്യമായിട്ടുള്ള ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്തവരെ ഡിലീറ്റ് ചെയ്ത് കളയുകയും എന്താ പറയാ നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് മുന്നിലേക്ക് കൊണ്ടുവരുന്നതുമാണ് എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്താണ് ചെയ്യണേന്നാണ് നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താണ് സംഭവം, എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് എപ്പോഴും ചുമ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ പറയാ അല്ലെങ്കിൽ നമ്മുടെ തക്കാളിന്റെ കേസ് തന്നെ എടുക്കാം. തക്കാളിക്ക് എപ്പോഴും ഫംഗസ് വരും അല്ലെ. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? തക്കാളിന്റെ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്തു? തക്കാളിയിൽ ജീനുകൾ ചെറിയ എഡിറ്റിംഗ് വരുത്തി, ജീൻസിൽ
ചെറിയ ചെറിയ എഡിറ്റിങ്സ് വരുത്തി. അതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റി, ഈ പറയുന്ന പിന്നെ നമ്മൾ ആ തക്കാളീനെ പിന്നെയും തക്കാളി തൈനെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫംഗസ് പിടിച്ചില്ല. കാരണം ഫംഗസ് വന്ന് ഉപദ്രവിച്ച അതിന് എഗെയിൻസ്റ്റ് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ നമ്മൾ നമ്മുടെ തക്കാളീനെ പ്രാപ്തരാക്കി. അതാണ് എന്ത് ശരിക്കും പറഞ്ഞാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോ നോക്കിക്കേടാ, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈക്ക് നമുക്ക് അവരുടെ പറയുന്ന ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ക്രിയേറ്റിംഗ് ഡിസൈർഡ് ട്രേറ്റ്സ് ഇൻ എ ഓർഗാനിസം ബൈ കമ്പൈനിങ് ഓർ ഡിലീറ്റിംഗ് ദ ജീൻസ്. ആവശ്യമുള്ള ജീൻസുകളെ കൂട്ടിച്ചേർക്കുകയും ആവശ്യമില്ലാത്തവയെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതുമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജീവികളിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ നമ്മളായിട്ട് തന്നെ സൃഷ്ടിച്ചെടുക്കുക. മേ ബി അതിനുവേണ്ടി ചിലതുകളെ കൂട്ടിച്ചേർക്കുകയും മറ്റു ചിലതുകളെ വിഭജിച്ച് കളയുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിനെ എടുത്തു കളയുന്നതുമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വരുന്ന ഒരു ടെക്നിക്കാണ് RDNA ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ്? റീകോമ്പിനന്റ് DNA ടെക്നോളജി അഥവാ RDNA ടെക്നോളജി. ഇവിടെ എന്താന്ന് പറഞ്ഞാല് ഒന്നുമില്ല, നമ്മളിപ്പോ എന്താ പറയാ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ജീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അത് ആരിൽ നിന്നായിരിക്കും എടുക്കുന്നത്? ഹ്യൂമൻസിൽ നിന്നും. ഹ്യൂമൻസിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഹ്യൂമൻസിൽ നിന്നും എന്താണ്, അവരുടെ ഒരു ജീനിനെ എടുക്കുന്നു. ഓക്കെ, ഹ്യൂമൻസിൽ നിന്നും അവരുടെ ഒരു ജീനിനെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഈ ജീനിനെ നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഈ ജീനിനെ എടുക്കുമ്പോൾ നമുക്ക് ഈ ജീനിന്റെ ഇവിടെയാണ് എന്തോ ഒരു ഡിഫക്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഡിഫക്റ്റിനെ നമുക്ക് കട്ട് ചെയ്യാൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വേണം. ആരാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്ന ഒരാളെ നമുക്ക് വേണം. എൻഡോന്യൂക്ലിയസ് എൻസൈമിനെ വേണം. ഉള്ളിൽ, ന്യൂക്ലിയോടൈഡിനെ നമ്മളെ കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എന്താ പറയാ, ജനറ്റിക് സിസേഴ്സ് എന്ന് വിളിക്കുന്ന ആളാണ് ആക്ച്വലി ആര്? ഈ പറയുന്ന ജനറ്റിക് സിസേഴ്സ് എന്ന് വിളിക്കുന്ന ആളാണ് ആര്? നമ്മളുടെ ജനിതക കത്രിക എന്ന് നമ്മൾ പറയും അല്ലെ. ജനറ്റിക് സിസേഴ്സ് അഥവാ ജനിതക കത്രിക. ഓക്കെ, ഈ സിസേഴ്സ് അഥവാ കത്രികയാണ് ആര്? നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. ഇവരെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഈ കട്ട് ചെയ്തെടുത്ത ഇത്രയും വെള്ളി ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇല്ലേ, ഈ സീക്വൻസിനെ നമുക്കിനി വേറെ നമ്മളെ ജീൻ എഡിറ്റിംഗ് ഒക്കെ നടത്തിയ ഈ സാധനത്തിനെ നമുക്ക് ചുമ്മാ പിന്നെയും ഒരു സ്ഥലത്ത് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമുക്കൊരു ഹോസ്റ്റ് വേണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവെ ബാക്ടീരിയയുടെ എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലാസ്മിഡിലാണ് നമ്മൾ ഇട്ട് വെക്കുന്നത്. ആരെയാണ്? പ്ലാസ്മിഡിൽ. ആരുടെ പ്ലാസ്മിഡ്? ബാക്ടീരിയയുടെ പ്ലാസ്മിഡ്. ഓക്കെ, പ്ലാസ്മിഡ് ഓഫ് ബാക്ടീരിയ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പൊ ഇയാളെ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇയാളുടെ അടുത്ത് നിന്ന് നമുക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണോടാ? ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം വെച്ചിട്ട് വി ഹാവ് ടു കട്ട് ഹിയർ ഓൾസോ. നമുക്ക് ഇവിടെയും കട്ട് ചെയ്തെടുക്കണം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഇവിടെ ഒരു സ്പേസ് കിട്ടി നമുക്ക് അല്ലെ. ഈ സ്പേസ് കിട്ടി. ഈ സ്പേസിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച സാധനത്തിനെ നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കുമ്പോൾ ചുമ്മാ കൂട്ടിച്ചേർത്ത് വെച്ചാൽ ശരിയാവൂല. നമുക്ക് കട്ട് ചെയ്താണല്ലോ നമ്മൾ വെച്ചേ, കട്ട് ചെയ്ത് എന്തായാലും അത് ഉറപ്പിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒട്ടിക്കണം അല്ലെ. അങ്ങനെ ഒട്ടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ജനറ്റിക് സിസേഴ്സിന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം യൂസ് ചെയ്തതുപോലെ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ജനറ്റിക് ഗ്ലൂ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ലൈഗേസ് എൻസൈം. ഇതെല്ലാം എന്താണ്? എൻസൈംസുകളാണ്. ദീസ് ഓൾസോ ആർ എൻസൈംസുകളാണ്. ഓക്കെ, എൻസൈംസുകളാണ്. ലൈഗേസ് എൻസൈമും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. എവിടെ? നമ്മുടെ RDNA ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിങ്ങനെ ഒട്ടിച്ച് ലൈഗേസ് വെച്ച് ഒട്ടിച്ച് സെറ്റ് ആക്കി വെച്ചു. ഇനി നമുക്ക് ഇവരിങ്ങനെ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇനി നമുക്ക് ഇവരെ ഹോസ്റ്റ് സെല്ലിലേക്ക് തിരിച്ചു കയറ്റണം. ഇൻസേർട്ട് ഇൻ ടു എ ഹോസ്റ്റ് സെൽ അഥവാ നമ്മളുടെ ആതിഥേയമായിട്ടുള്ള കോശത്തിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മളിങ്ങനെ ഒരു സെല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവരെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നേരത്തെ ഇപ്പോ
ഫോർ എക്സാമ്പിൾ ഇതിപ്പോ തക്കാളിന്റെ ഡിഫക്റ്റീവ് ജീനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ പുറത്തെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി നമ്മൾ എന്ത് ചെയ്തു, പ്ലാസ്മിഡിലേക്ക് കയറ്റി വെച്ചു. പ്ലാസ്മിഡിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഇവരെ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ തക്കാളിയിൽ എന്ത് കാണുന്നില്ല, ഫംഗൽ പ്രശ്നം കാണുന്നില്ല. അപ്പോൾ ഇതാണ് എന്ത്, റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതോ നോക്കിക്കേ, ഇനി മക്കൾ ഈ സ്റ്റെപ്പ് നോക്കിക്കേ, ബാക്ടീരിയൽ പ്ലാസ്മിഡ് അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് എക്സ്ട്രാ ക്രോമോസോമൽ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ഹ്യൂമൻ DNA, തക്കാളി ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഹ്യൂമൻ DNA ആണ്. അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കട്ട് ചെയ്ത സാധനത്തിനെ നമ്മൾ പ്ലാസ്മിഡിനെയും DNA-നെയും കൂടെ കൂട്ടിച്ചേർത്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈഗേസ് എൻസൈം. എന്നിട്ട് നമ്മൾ ഒരു ആതിഥേയ കോശം അല്ലെങ്കിൽ നമ്മളുടെ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആസ് ദ ഇൻട്രൊഡ്യൂസ്ഡ് ജീൻസ് ബിക്കം ആൻ ആക്റ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, ദ ഡിസൈർഡ് പ്രൊഡക്ട്സ് ആർ ഫോം, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം അവിടെ ഉണ്ടായി വന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു ജനറ്റിക് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ RDNA ടെക്നോളജി യൂസ് ചെയ്ത് അയാളെ സെറ്റാക്കി എങ്ങനെ വരുവാടാ, നമ്മൾ ആദ്യമേ തന്നെ ഒരു ബാക്ടീരിയൽ പ്ലാസ്മിഡിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹ്യൂമൻസിന് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ജീനിന്റെ ഡിസൈറബിൾ ജീനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും നന്നാക്കി സെറ്റാക്കി കഴിഞ്ഞിട്ട് ഒട്ടിച്ചു വെച്ചതിന് ശേഷം തിരിച്ച് ആ മനുഷ്യന്റെ സെല്ലിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എന്തായി, നോക്കിയപ്പോൾ പുള്ളിന്റെ ക്യാൻസേഴ്സിനൊക്കെ ഒരു ശമനം വന്നു. ആള് ബെറ്റർ ആയി എന്നാണ് അർത്ഥമാക്കുന്നത്. സോ ഇതാണ് RDNA ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ബയോടെക്നോളജി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നോളജിയാണ് ഇത്, ക്രിസ്പർ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ബയോടെക്നോളജിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ആണെന്ന് നമ്മൾ കണ്ടു. ജനറ്റിക് റെവല്യൂഷനെ പറ്റി കണ്ടു. പിന്നെ നമ്മൾ എന്തൊക്കെ കണ്ടടാ, പിന്നെ നമ്മുടെ ബയോടെക്നോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നും അത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് RDNA ടെക്നോളജി എന്നും നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്രിസ്പർ ടെക്നോളജിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.